പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിൽ ഒന്നിച്ചുകൂടിയ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഹൃദയത്തെ തൊടുന്ന ഒരു വചനമാണ്. ഫലങ്ങൾ കൊണ്ടാണ് വൃക്ഷം അറിയപ്പെടുന്നത് എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനം പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് ഒരു വലിയ ആത്മീയ സത്യം വെളിപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ ഉള്ളം എങ്ങനെയാണോ അവന്റെ ജീവിതത്തിൽ കാണുന്ന ഫലവും അങ്ങനെയായിരിക്കും. ഗ്രീക്ക് ഭാഷയിൽ കാർപ്പോസ് എന്നത് ഫലം എന്നും ഡാൻഡ്രോൺ എന്നത് വൃക്ഷം എന്നും അർത്ഥം. അതായത് ഫലം എന്നത് ഒരു പുറംപ്രകടനം മാത്രമല്ല, ഉള്ളിലെ ജീവിതത്തിന്റെ തെളിവാണ്. ഇപ്പോൾ നമുക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ സത്യം കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കാം. കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ ഫലങ്ങളെ കൊണ്ട് നിങ്ങൾ അവരെ അറിയും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവൻ പറയുന്നു, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ ശാഖകൾ, എന്നിൽ നിലനിൽക്കുന്നവൻ ഏറെ ഫലം കായ്ക്കും. ഗലാത്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജയം എന്നും പറയുന്നു. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ മുകളിലുള്ള ജ്ഞാനം ശുദ്ധവും സമാധാനപരവുമാണെന്ന് നമുക്ക് പഠിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ജലധാരകളരികെ നട്ട വൃക്ഷം തന്റെ സമയത്ത് ഫലം തരുന്നതുപോലെ ദൈവത്തിൽ നിൽക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ഈ വചനങ്ങൾ നമ്മെ ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിന്റെ ഗുണമേന്മ ഫലങ്ങളാൽ അളക്കപ്പെടുന്നു. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാതെ ഇരിക്കില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നാം നമ്മോട് ചോദിക്കണം, എന്റെ ജീവിതം എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇപ്പോൾ നമുക്ക് നിത്യജീവിതത്തിലെ ജ്ഞാനവും ദൈവവചനവും ചേർന്ന് പറയുന്ന സത്യങ്ങൾ നോക്കാം. സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ തന്റെ വായുടെ ഫലത്താൽ നന്മ അനുഭവിക്കും. വീണ്ടും സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം 30-ാം വാക്യത്തിൽ നീതിമാന്റെ ഫലം ജീവന്റെ വൃക്ഷമാണ് എന്ന് പറയുന്നു. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യത്തിൽ ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ് എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു. ഇവ നമ്മെ പതിപ്പിക്കുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഫലങ്ങളാണ്. നാം സംസാരിക്കുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിതയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ജാഗ്രതയോടെ ജീവിക്കണം. സഭാപിതാക്കന്മാരും ഈ സത്യം അത്യന്തം ശക്തമായി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ അന്തോണിയോസ് പിതാവ് പറയുന്നു, മനുഷ്യന്റെ ഹൃദയം ഒരു തോട്ടമാണ്, അവിടെ നീ വിതയ്ക്കുന്നതാണ് നിന്റെ ജീവിതത്തിൽ വിളയുന്നത്. വിശുദ്ധ എഫ്രൈം സുറിയാനി പിതാവ് പറയുന്നു, നിന്റെ ജീവിതം നിന്റെ വിശ്വാസത്തിന്റെ ഭാഷയാണ്, വാക്കുകൾ അതിന്റെ നിഴൽ മാത്രമാണ്. വിശുദ്ധ ഇസ്ഹാഖ് സിറിയൻ പിതാവ് പറയുന്നു, ഹൃദയം ശുദ്ധമായാൽ പ്രവൃത്തികളും ശുദ്ധമാകും, വേരുകൾ മാറാതെ ഫലം മാറുകയില്ല. വിശുദ്ധ മക്കാരിയോസ് മഹാൻ പറയുന്നു, ദൈവകൃപയിൽ നനയാത്ത ആത്മാവ് വരണ്ട വൃക്ഷം പോലെ ഫലം കായ്ക്കുകയില്ല. വിശുദ്ധ ബസീലിയോസ് മഹാൻ പറയുന്നു, നന്മയുടെ ഫലം ഒരു ദിവസം ഉണ്ടാകുന്നതല്ല, അത് ദൈനംദിന വിശ്വാസവും സഹനവും കൊണ്ട് വളരുന്നതാണ്. ഈ പിതാക്കന്മാരുടെ വചനങ്ങൾ നമ്മെ ഒരു കാര്യത്തിൽ ഉറപ്പിക്കുന്നു, നാം പുറം ജീവിതം തിരുത്തുന്നതിന് മുൻപ് ഉള്ളം തിരുത്തണം. ഉള്ളം മാറുമ്പോൾ ഫലവും മാറും. പ്രിയ സഹോദരങ്ങളെ, ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അത് ഒരു നല്ല ഫലമാണ്. ഒരാൾ ക്ഷമ കാണിക്കുമ്പോൾ അത് ഒരു നല്ല ഫലമാണ്. മറ്റൊരാൾ വേദനിപ്പിച്ചാലും സ്നേഹത്തോടെ പ്രതികരിക്കുമ്പോൾ അത് ആത്മാവിന്റെ ഫലമാണ്. എന്നാൽ ദേഷ്യം, അസൂയ, പക, അഹങ്കാരം ഇവയൊക്കെയും ചീത്ത വൃക്ഷത്തിന്റെ ഫലങ്ങളാണ്. അതിനാൽ നമുക്ക് ചോദിക്കാം, എന്റെ വീട്ടിൽ ഞാൻ സമാധാനത്തിന്റെ വൃക്ഷമാണോ അല്ലെങ്കിൽ കലഹത്തിന്റെ വൃക്ഷമാണോ? എന്റെ വാക്കുകൾ ജീവൻ നൽകുന്നവയാണോ അല്ലെങ്കിൽ വേദന നൽകുന്നവയാണോ? പ്രായോഗികമായി നാം എന്തു ചെയ്യണം? ദേഷ്യം വരുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ സൗമ്യമായ ഉത്തരം ക്രോധം ശമിപ്പിക്കുമെന്ന് ഓർക്കണം.
ആർക്കെങ്കിലും ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നതുപോലെ ദൈവം നിങ്ങളെ ക്ഷമിച്ചതുപോലെ നിങ്ങൾക്കും ക്ഷമിക്കണം എന്ന് ഓർക്കണം. ക്ഷീണം തോന്നുമ്പോൾ ഗലാത്യർക്കുള്ള ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നതുപോലെ നന്മ ചെയ്യുന്നതിൽ ക്ഷീണിക്കരുത് എന്ന് ഓർക്കണം. ഇവയാണ് നന്മയുടെ ഫലം വളർത്തുന്ന വഴികൾ. പ്രിയപ്പെട്ടവരെ, ഒരു വൃക്ഷം നല്ല ഫലം കായ്ക്കാൻ അതിന്റെ വേരുകൾ ആഴത്തിൽ നട്ടിരിക്കണം എന്ന് നാം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും വേരുകൾ എത്ര ആഴത്തിൽ ദൈവത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഫലത്തെ നിർണയിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നതുപോലെ ജലധാരകളരികെ നട്ട വൃക്ഷം തന്റെ സമയത്ത് ഫലം തരുന്നു, അതിന്റെ ഇല വാടുകയുമില്ല. അതുപോലെ ദൈവത്തിൽ വേരൂന്നിയ ജീവിതം ഒരിക്കലും ശൂന്യമാകുകയില്ല. നമ്മുടെ വേരുകൾ ദൈവത്തിൽ ആഴപ്പെടണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രാർത്ഥന ഒരു പതിവ് മാത്രമല്ല, ഒരു ശ്വാസം പോലെ ആവണം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കണം, ക്ഷീണിക്കരുത്. പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ ഒഴുകിത്തുടങ്ങും. അപ്പോൾ നമുക്ക് പുറത്ത് കാണുന്ന ഫലം സ്വാഭാവികമായി മാറും. ദൈവവചനത്തിൽ നിത്യമായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് കേവലം വായനയല്ല, ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നണം എന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നിൽ നിലനിൽക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾ എന്ത് അഭ്യർത്ഥിച്ചാലും ലഭിക്കും. അതായത് വചനത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിന്റെ മനസ്സിൽ ജീവിക്കുന്നു. സഭയുടെ കൂദാശകളിൽ പങ്കുചേരുക എന്നത് നമ്മുടെ ആത്മാവിന് പോഷണം നൽകുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ നാം പങ്കുചേരുമ്പോൾ നാം ക്രിസ്തുവിൽ ഐക്യമാകുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ചേർന്നിരിക്കുന്ന ജീവിതമാണ് ഫലം കായ്ക്കുന്ന ജീവിതം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞത് വെറും ഒരു വികാരമല്ല, ഒരു ആത്മീയ പ്രതിജ്ഞയാണ്. ഞാൻ നല്ല വൃക്ഷമാകണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എൻ്റെ ഉള്ളം ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ്. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ പോകുന്നിടത്ത് സമാധാനം കൊണ്ടുപോകണമെന്നാണ്. എൻ്റെ വാക്കുകൾ ജീവൻ നൽകുന്നവയായിരിക്കണം എന്ന് പറഞ്ഞാൽ സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നതുപോലെ മധുരവാക്കുകൾ തേൻചുള പോലെ ആത്മാവിന് മധുരവും ശരീരത്തിന് സൗഖ്യവും നൽകുന്നതായിരിക്കണം. അതുപോലെ സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നതുപോലെ സൗമ്യമായ ഉത്തരം ക്രോധം ശമിപ്പിക്കുന്നതായിരിക്കണം. എൻ്റെ പ്രവൃത്തികൾ ക്രിസ്തുവിന്റെ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയൂ. അതായത് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സാക്ഷ്യം നമ്മുടെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നാം ചെറിയ കാര്യങ്ങളിൽ ആരംഭിക്കാം. വീട്ടിൽ ഒരു നല്ല വാക്ക് പറയുക, വേദനിപ്പിച്ചവരെ ക്ഷമിക്കുക, സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുക. ഇവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ഗലാത്യർക്കുള്ള ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നതുപോലെ നന്മ ചെയ്യുന്നതിൽ ക്ഷീണിക്കരുത്, കാരണം സമയത്ത് നാം കൊയ്യും. അതുകൊണ്ട് നാം ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. നമ്മുടെ വേരുകൾ ദൈവത്തിൽ ആഴപ്പെടുത്താം. നമ്മുടെ ജീവിതം നന്മയുടെ ഫലം കായ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറും, വാക്കുകളാലല്ല, ഫലങ്ങളാൽ ദൈവത്തെ അറിയിക്കുന്ന ഒരു സാക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജയ് ക്രൈസ്റ്റ്.